യേശു തൻ്റെ അന്തിമ നിമിഷത്തിൽ പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ അയക്കും പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പോകുവീൻ, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെയുണ്ട്. അപ്പോൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. രണ്ട് ഭക്തന്മാർ യേശുവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ആ കൂടിവരവിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. അതിനപ്പുറമായി യേശുവിൻ്റെ സാന്നിധ്യം സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് നിത്യതയിലെ അല്ലെങ്കിൽ ഭാവി നിത്യതയിൽ യേശു ആരാണ്? യേശു ഇപ്പോൾ എവിടെയാണ്? കഴിഞ്ഞ രാത്രിയിൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് നാം വളരെ വ്യക്തമായി ചിന്തിക്കുകയുണ്ടായി. കർത്താവായ യേശുവിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും നീതിയുള്ള പരിശുദ്ധ പിതാവിൻ്റെ ശബ്ദം കൊണ്ടുമാണ് കർത്താവായ യേശു ഉയർക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുന്നു എങ്കിൽ നിങ്ങളെയും ജീവിച്ചെഴുന്നേൽപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചത്. വീണ്ടും എഫേസ്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് പിതാവിൻ്റെ മഹിമയിലേക്ക് കൊണ്ടുപോയി. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ അവസാന വരികളിൽ വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ പിതാവായ ദൈവം. മലയാള ഭാഷയിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നു, മൂലഭാഷയിൽ വിളിച്ചു വരുത്തിയ പിതാവെന്നാണ്. ആകയാൽ യേശുവിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നീതിയുള്ള പരിശുദ്ധ പിതാവിൻ്റെ ശബ്ദവുമാണ് യേശുവിനെ ഉയർപ്പിച്ചത്. കഴിഞ്ഞ രാത്രിയിൽ യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് നാം ചിന്തിച്ചു കൊണ്ടേയിരുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് ഉയർത്തുവെന്ന കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന രംഗമാണ്. യേശു തൻ്റെ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ യേശു ഒരിക്കൽ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തികളെ ഞാൻ തികച്ചു. ഇപ്പോഴോ പിതാവേ, ലോകസ്ഥാപനത്തിന് മുൻപേ നിന്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് ദയവായി അങ്ങ് എന്നെ കൈക്കൊള്ളണമേ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 14 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. അടുത്തത്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, പിതാവേ, ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകുന്നതിന് മുൻപ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ എടുക്കണമേ. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തൻ്റെ അന്ത്യനാളുകളിൽ പറയുന്ന വാക്കാണ് നാം ഇപ്പോൾ വായിച്ചത്. പിതാവ് ഒരു വലിയ മഹത്വമേറിയ ദൗത്യവും ഏൽപ്പിച്ച് യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു. ഈ യേശു ലോകത്തിലേക്ക് വന്നു. പിതാവ് തന്നെ ഏൽപ്പിച്ച സകല ദൗത്യവും യേശു ഭൂമിയിൽ തികച്ചു. അന്തിമ അത്താഴത്തിന് ശേഷം ഗെത്സമനിയിലേക്ക് പോകുമ്പോൾ തൻ്റെ അവസാന നിമിഷത്തിൽ പറയുന്ന വാക്കുകളായിരുന്നു, പിതാവേ, ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തികളെല്ലാം ഞാൻ തികച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴോ പിതാവേ, ലോകസ്ഥാപനത്തിന് മുൻപേ നിന്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണമേ. നമ്മുടെ കർത്താവായ യേശു ഇപ്പോൾ എവിടെയാണ്? യേശുവിൻ്റെ സ്വർഗത്തിലെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അത് ഭൂമിയിൽ ആരംഭിച്ച് നിത്യതയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. കർത്താവായ യേശു ഇപ്പോൾ എവിടെ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായ ചിന്താവിഷയം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു തൻ്റെ അന്തിമ നിമിഷത്തിൽ തൻ്റെ സ്ലീഹന്മാരെയെല്ലാം വിളിച്ചു വരുത്തി അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. തൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങൾ ഉയർത്തി യേശു അവരെ അനുഗ്രഹിച്ചു.
അനന്തരം യേശു തൻ്റെ സ്ലീഹന്മാരെ മഹത്വമേറിയ ഒരു ദൗത്യം ഏൽപ്പിച്ചു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ സകല സൃഷ്ടികളോടും പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളണം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഇത് പറഞ്ഞ ശേഷം യേശു സ്വർഗാരോഹണം ചെയ്യുകയാണ്. ശിഷ്യന്മാർ വ്യാകുലപ്പെട്ട മനസ്സോടെ യേശുവിനെ നോക്കി നിൽക്കുന്നു. അവസാനമായി സ്ലീഹന്മാർ കണ്ടത് യേശുവിൻ്റെ മുറിപ്പാടുകൾ അല്ലെങ്കിൽ കാലിൻ്റെ മുറിപ്പാടുകളായിരുന്നു. യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ശിഷ്യന്മാർ വ്യാകുലപ്പെട്ട മനസ്സോടെ നോക്കി നിൽക്കുകയാണ്. ഈ മേഘം വന്ന് അവനെ മൂടി മറച്ചു. യേശു സ്വർഗാരോഹണം ചെയ്തു എന്നാണ് ബൈബിൾ എടുത്തെഴുതിയിരിക്കുന്നത്. ഇപ്പോൾ യേശു എവിടെയായിരിക്കും? വേദപുസ്തകത്തിൽ യേശു പറഞ്ഞ വാക്ക് വായിച്ചല്ലോ, പിതാവേ, ഞാൻ നിന്നെ ഭൂമിയിൽ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവർത്തികളെ തികച്ചിരിക്കുന്നു. ഇനിയും ലോകസ്ഥാപനത്തിന് മുൻപേ നിന്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണമേ. പിതാവായ ദൈവം യേശുവിനെ സ്വർഗത്തിൽ കൈക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിനെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് പെന്തക്കോസ്ത് പെരുന്നാളിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം യഹൂദന്മാരോടൊരു വാക്ക് പറയുന്നുണ്ട്. യഹൂദന്മാരെ, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന കർത്താവായ യേശുവിനെ എൻ്റെ പിതാവായ ദൈവം ഉയർപ്പിച്ചു. അവൻ പിതാവിൻ്റെ വലതുഭാഗത്ത്, മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 32-ഉം 33-ഉം വാക്യങ്ങൾ വായിച്ചാൽ, യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച് അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷിയാണ്. അടുത്തത്, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. യേശു സ്വർഗാരോഹണം ചെയ്ത് എവിടേക്കാണ് പോയെന്ന് യേശുവിൻ്റെ സഹസഞ്ചാരിയായ പത്രോസ് മശിഹായുടെ സ്വർഗാരോഹണത്തിന് ശേഷം എണ്ണപ്പെട്ട ദിനങ്ങൾക്കപ്പുറം പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആ യെരൂശലേമിലേക്ക് ഇറങ്ങി വരുമ്പോൾ വലിയ കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ച, വലിയ ഭൂകമ്പത്തോടുകൂടെ ഭൂമിയിൽ വ്യാപരിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു വലിയ പുരുഷാരം ഓടിക്കൂടി. ഇതെന്തോ ഒരു അത്ഭുതം എന്ന് ചോദിക്കുമ്പോൾ സ്ലീഹന്മാരിൽ ഉന്നതനായ പത്രോസ്ലീഹ എഴുന്നേറ്റ് പറയുന്നു, അല്ലയോ യഹൂദന്മാരെ, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു. അവൻ എവിടേക്ക് പോയി? പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് പോയി എന്നാണ് പത്രോസ്ലീഹ അതിനെക്കുറിച്ച് പറയുന്നത്. വീണ്ടും അടുത്ത ഭാഗത്തേക്ക് നാം വരുമ്പോൾ ഹെബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലാണ് തോന്നുന്നു പൗലോസ്ലീഹ ഒരു വാക്ക് പറയുന്നു. അവൻ തൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം അവൻ മഹിമയുടെ വലത്തുഭാഗത്തേക്ക് പോയി. വായിച്ച, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപത്തിന് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തേക്ക് പോയി. യേശു എവിടേക്കാണ് പോയത്? അവൻ ബെഥാനിയോളം തന്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. ആണിപ്പഴുതുള്ള കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ച യേശു സ്വർഗാരോഹണം ചെയ്തു. യേശു പോയത് എവിടേക്കാണ്? ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, അവൻ പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് പോയി. അതിനെക്കുറിച്ച് പൗലോസ്ലീഹ പിൽക്കാലത്ത് എടുത്തെഴുതിയിരിക്കുകയാണ്. അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം അവൻ മഹിമയുടെ വലത്തുഭാഗത്തേക്ക് പോയി. കാലങ്ങൾ കഴിഞ്ഞ് അപ്പോസ്തലന്മാരിൽ ഒരുവനായ സ്തെഫാനോസ് കല്ലേറേറ്റ് മരിക്കുമ്പോൾ തന്നെ ഉന്തിത്തള്ളി പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി സുവിശേഷ വിരോധികൾ തന്നെ കല്ലെറിയുമ്പോൾ അവൻ മുഴങ്കാൽ മടക്കി സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇതോ പിതാവായ ദൈവം ഇരിക്കുന്നു, യേശു അതിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. കല്ലേറേറ്റ് അധിക നിമിഷങ്ങൾക്കുള്ളിൽ മരണപ്പെടുന്ന സ്തെഫാനോസിന്റെ ആത്മീയ ദൃഷ്ടിയെ തുറന്നിട്ട് അദ്ദേഹം ഏറ്റുപറയുന്നൊരു വാക്ക് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ കാണാം. അവിടെ അദ്ദേഹം പറയുന്നത്, ഇതാ
പിതാവായ ദൈവം ഇരിക്കുന്നു. അതിൻ്റെ വലത്തുഭാഗത്ത് യേശു എഴുന്നേറ്റ് നിൽക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു എവിടേക്കാണ് പോയത്? പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക്. പൗലോസിന്റെ ഭാഷയിൽ മഹിമയുടെ വലത്തുവശത്ത്, സെഫാനോസിന്റെ ഭാഷയിൽ പിതാവായ ദൈവം ഇരിക്കുന്നതിന്റെ സമീപത്ത് യേശു എന്താ പറഞ്ഞത്? പിതാവേ, ലോകസ്ഥാപനത്തിന് മുൻപേ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ആ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണം. യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ എന്താണ് പറഞ്ഞത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ഈ വചനം ദൈവമായിരുന്നു. വചനമായി പിതാവിന്റെ മഹിമയോടൊപ്പം ഇരുന്ന മശിഹാ തമ്പുരാൻ ഈ ലോകത്തിലെ സകല ദൗത്യങ്ങളെയും തികച്ച് പിതാവിന്റെ സന്നിധിയിൽ മടങ്ങി ചെല്ലുമ്പോൾ പിതാവായ ദൈവം യേശുവിനെ തന്റെ വലഭാഗത്തിരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ യേശുവിന്റെ നിത്യതയിലെ സ്ഥാനം എന്താണ്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് പല ദിശകൾ നമുക്ക് വീക്ഷിക്കാം. യേശുവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും, യേശുവിൻ്റെ സിംഹാസനത്തോടുള്ള ബന്ധത്തിലും, യേശുവിൻ്റെ നിത്യതയിലെ മഹത്വത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പല ദിശകളിൽ നിന്ന് നമുക്ക് വീക്ഷിക്കാം. യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നാം പഠിച്ചാൽ, യേശു ജനിക്കുന്നതിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവ് തൻ്റെ പ്രവചന ചുരുളിൽ എഴുതി ചേർത്തൊരു കാര്യം കാണാം. യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ഒരു വാക്ക് എഴുതിയിരിക്കുകയാണ്: എളിയവരോട് സുദ്വർത്തമാനം അറിയിപ്പാൻ യഹോവയായ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ദുഃഖിതർക്ക് ആശ്വാസവും പീഡിതർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാൻ യഹോവ എന്നെ അയച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, മശിഹാ തമ്പുരാൻ മനുഷ്യാവതാരം എടുത്ത് ദാനലോകത്തിലേക്ക് വരുന്നതിന് 700ഓളം വർഷങ്ങൾക്കപ്പുറം ഇസ്രായേലിന്റെ വീതിയിൽ ജീവിച്ച ഇസ്രായേൽ പ്രവാചകണത്തിൽ ഒരുവനായ യെശയ്യാവ് മശിഹായുടെ ശുശ്രൂഷയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. എളിയവരോട് സ്വദ്വർത്തമാനം അറിയിക്കണം. ഒന്ന് വായിച്ചാട്ട്, യെശയ്യാ പ്രവചനം 61:1 തുടങ്ങിയുള്ള വാക്യങ്ങൾ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ, എളിയവരോട് സ്വദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അടുത്തത്, യഹോവയായ കർത്താവിന്റെ ആത്മാവ്. യേശുവിനെ കുറിച്ച് പ്രവാചകൻ 700 വർഷം മുമ്പ് പറയുകയാണ്. മശിഹാ എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്? ഒന്ന്, അവൻ എളിയവരോട് സ്വദ്വർത്തമാനം അറിയിക്കണം, ദുഃഖിതരെ ആശ്വസിപ്പിക്കണം, പീഡിതരെ വിട്ടയക്കണം, ബന്ധിതർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണം. ഈ മഹത്വമേറിയ ദൗത്യവുമായി ലോകത്തിലേക്ക് വന്ന മശിഹാ 3.5 വർഷക്കാലം യെരൂശലേമിലും ഗലീല കടൽ തീരത്തും ശമരിയ പട്ടണത്തിന്റെ സമീപത്തും എരിയോവിന്റെ പടിവാതിക്കലൊക്കെയും ഈ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്ത ശേഷം യേശു പറയുന്നു: പിതാവേ, ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന എല്ലാ പ്രവർത്തികളും ഞാൻ തികച്ചിരിക്കുന്നു. ഒന്നും ബാലൻസ് ഇടാതെ എല്ലാ ശുശ്രൂഷയും തന്നിൽ ഭരമേൽപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണതയോടെ, വളരെ ജാഗ്രതയോടെ ഓരോ ദിനവും പ്രഭാതത്തിൽ പിതാവിൻ്റെ ഹിതം ആരാഞ്ഞറിഞ്ഞുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ഭൂമിയിൽ തൻ്റെ പ്രവൃത്തിയെ തികച്ചു. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അതിനെ നമുക്ക് 4 ഭാഗങ്ങളായി തിരിച്ചു പഠിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്ന്, യേശു ഭൂമിയിലായിരിക്കുമ്പോൾ തൻ്റെ ശരീരത്തിൽ ഈ ഭൂമിയിലായിരുന്ന നാളിൽ ചെയ്ത ശുശ്രൂഷയാണ് ഇപ്പോൾ നാം ഇവിടെ വായിച്ചു കേട്ടത്. അവൻ എളിയവരോട് സുദ്വർത്തമാനം അറിയിച്ചു. കൃപായുഗം അല്ലെങ്കിൽ പ്രസാദ വർഷത്തെക്കുറിച്ചും വരാൻ പോകുന്ന ന്യായവിധിയുടെ പ്രതികാര ദിവസത്തെക്കുറിച്ചും യേശു പ്രസംഗിച്ചു. അവൻ ദുഃഖിതനെ ആശ്വസിപ്പിച്ചു, മരിച്ചവനെ ഉയർപ്പിച്ചു, കുഷ്ഠരോഗികളെ ശുദ്ധപ്പെടുത്തി. അവന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും യെരൂശലേമിന്റെ വീതിയിൽ തിങ്ങി നിറഞ്ഞു. വരണ്ടുണങ്ങിയ ഭൂമിയിൽ കുളിർമ നൽകി ഒഴുകും പോലെ മശിഹായുടെ സാന്നിധ്യം യെരൂശലേമിൽ തിങ്ങി നിറഞ്ഞു. ഭൂമിയിലെ തന്റെ ശുശ്രൂഷ തികച്ചു. തന്റെ ശരീരം പിതാവിന്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. മശിഹാ ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് പ്രവാചകനായ യെശയ്യാവ് യേശുവിന്റെ കഷ്ടതയെ കണ്ടിട്ട് പറഞ്ഞു: അവനെ തകർത്ത് കളയുവാൻ പിതാവിനെ ഇഷ്ടം തോന്നി. മിനിസം കഠിനപ്പെട്ട ഒരു പ്രതലത്തിൽ ഒരു മൺപാത്രം എടുത്ത് എറിഞ്ഞ്
അത് പൊട്ടിത്തെറിച്ച ശേഷം വീണ്ടും അതിനെ ഒട്ടിച്ച് പഴയ ആകൃതിയിലും പഴയ രൂപത്തിലും പഴയ ഉപയോഗത്തിലും കൊണ്ടെത്തിക്കാൻ കഴിയാത്തവണ്ണം തകർന്നു പോകുന്നതിനാണ് ഇംഗ്ലീഷുകാർ ബ്രോക്കൺ എന്ന വാക്ക് ഉച്ചരിച്ചത്. ഇതേ വാക്കാണ് അവിടെ എടുത്തെഴുതിയിരിക്കുന്നത്. അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധനപത്രമായ മശിഹായെ പാപം ചെയ്ത് പറുദീസ നഷ്ടപ്പെട്ട മാനവരാശിക്ക് ദൈവത്തിന്റെ രൂപം തിരികെ കൊടുക്കേണ്ടതിന് പിതാവായ ദൈവം ഇന്നേക്ക് 1900 വർഷങ്ങൾക്കപ്പുറം ക്രോധാഗ്നിയിൽ ഗോൽഗോത്തായിൽ എറിഞ്ഞു തകർത്തു. ബൈബിൾ പറയുന്നു, അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. അവൻ തകർക്കപ്പെട്ടു പോയി. ഭൂമിയിലെ ശുശ്രൂഷ തീർന്നു, സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് തോളിൽ തല ചായ്ച്ച് അവൻ പ്രാണനെ വിട്ടു. അനന്തരം തൻ്റെ ശുശ്രൂഷയുടെ 2ാം ഘട്ടത്തിലേക്ക് പോയി. അത് പാതാളത്തിലായിരുന്നു. വിശുദ്ധ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു, അവൻ ആത്മാവിൽ പാതാളത്തിൽ ചെന്ന് ബന്ധിതരോട് പ്രസംഗിച്ചെന്നാണ് പറയുന്നത്. യേശുവിൻ്റെ ശവശരീരം അരിമത്യക്കാരനായി ജോസഫിന്റെ ശവകുടീരത്തിൽ ഇരിക്കുമ്പോൾ യേശു ആത്മാവിൽ പാതാളത്തിൽ പോയി ബന്ധിതരോട് പ്രസംഗിച്ചെന്നാണ്. വാക്യം കണ്ടോ? പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുകയാണ്, അവൻ ആത്മാവിൽ ചെന്ന് പാതാളത്തിലുള്ള ബന്ധിതരോട് പ്രസംഗിച്ചു. ഇതേ സംഭവമാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിൽ കയറി എന്നതിനാൽ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് വരുന്നില്ലയോ? പത്രോസിന്റെ വാക്കുകളൊന്ന് വായിച്ചാൽ കണ്ടു വായിരു ബാബു, വെറുതെ നിനക്ക് സമയങ്ങളെ. അവൻ ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത്, ശ്രദ്ധിക്കുക, ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. എഫേസ്യർക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിൽ കയറി എന്നതിനാൽ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മശിഹായുടെ ശുശ്രൂഷയുടെ 2ാം രംഗം അത് ബദ്ധന്മാരോട് അറിയിപ്പാനുള്ള ആ സുവിശേഷവുമായുള്ള പാതാള സന്ദർശനമാണ്. മശിഹ മരണം വിട്ട് ഉയർത്തു വന്നു. ചില നാളുകൾ യേശു ഭൂമിയിൽ ഉണ്ടായിരുന്നു. 40ഓളം ദിവസം യേശു ഭൂമിയിൽ ഉണ്ടായിരുന്നു. താൻ ഉയർത്തെഴുന്നേറ്റെന്നു താൻ ജീവിച്ചിരുന്നെന്നും ബോധ്യപ്പെടുത്തുവാൻ അവൻ ആയിരങ്ങൾക്ക് പ്രത്യക്ഷനായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എമൂസിലേക്ക് പോയവരോടൊപ്പം നടന്ന് അവരുടെ കണ്ണുകളെ തുറന്നു. വ്യാകുലപ്പെട്ട ശിഷ്യന്മാരുടെ മുൻപാകെ അവൻ പ്രത്യക്ഷനായി. പത്രോസ്ലിഹായുടെ പിന്മാറ്റത്തിൽ നിന്ന് അദ്ദേഹത്തെ മടക്കി വരുത്തി. തോമാസ്ലിഹായുടെ അവിശ്വാസത്തെ ശാസിച്ച് തന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ഒന്ന്, ശരീരത്തിലായിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ യേശു ചെയ്ത ശുശ്രൂഷ. 2, മരണാനന്തരം യേശു പാതാളം സന്ദർശിച്ച് ബന്ധിതരായവരോട് അറിയിച്ച അല്ലെങ്കിൽ വിടുതലിന്റെ സന്ദേശവുമായി പോകുന്ന രംഗം. 3, മരണം വിട്ട് ഉയർത്തു വന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ 40ഓളം ദിനം ഭൂമിയിലായിരുന്ന് തൻ്റെ സ്ലീഹന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ശുശ്രൂഷയുടെ 3ാം രംഗം. ഇനി 4ാം ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. നമ്മുടെ കർത്താവായ യേശു സ്വർഗത്തിലേക്ക് പോയി. നീതിയുള്ള പരിശുദ്ധ പിതാവ് യേശുവിനെ പിതാവിന്റെ വലത്തുഭാഗത്തിരുത്തി. യേശു ജനിക്കുന്നതിന് മുൻപ് ഭക്തനായ ദാവീദ് ഇത് കണ്ടിട്ട് 2ാം സങ്കീർത്തനത്തിൽ എങ്ങനെ എഴുതി ചേർത്തു? ഞാൻ എൻ്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുകയാണ്. 2ാം സങ്കീർത്തനം 6ാം വാക്യത്തിൽ വരുമ്പോൾ അത് നമുക്ക് കാണാം. യേശുവിനെ പിതാവായ ദൈവം സിയോനിൽ രാജാവാക്കിയിരിക്കുകയാണ്. 2ാം അധ്യായം 6ാം വാക്യം വായിച്ച, എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. മശിഹാ ജനിക്കുന്നതിന് ഏറിയ വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ജീവിച്ച ഭക്തനായ ദാവീദ് മരണം വിട്ടുയർത്ത് പിതാവിന്റെ മഹിമയിൽ മടങ്ങിച്ചെല്ലുന്ന യേശുവിനെ പിതാവ് ഇരുത്തുന്ന രംഗം പറയുകയാണ്. ഞാൻ എൻ്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ യേശു ഇപ്പോൾ സിയോനിലെ രാജാവാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നിത്യതയിലെ സ്ഥാനത്തെക്കുറിച്ച്
നമ്മൾ പഠിക്കുമ്പോൾ യേശു സിയോനിൽ രാജാവാണ്. അവൻ രാജ്യത്വം പ്രാപിച്ചപ്പോൾ സഭയ്ക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് വിശുദ്ധ പൗലോസ് എഫെസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തിരിക്കുന്നു. വായിച്ചാട്ടെ. അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി. അവൻ എഫെസ്യ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ വരുമ്പോൾ പൗലോസ് എഴുതുകയാണ്, അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരാണ് ഈ ബദ്ധന്മാർ? അത് ആദാം തുടങ്ങി യേശുവിൻ്റെ ക്രൂശ് മരണം വരെയുള്ള പഴയ നിയമ പിതാക്കന്മാരായ വിശുദ്ധന്മാരാണ്. അവർ അബ്രഹാം പിതാവിൻ്റെ മടി എന്ന് വിശുദ്ധ ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്ന പറുദീസയിലാണ് അവർ വിശ്രമിച്ചത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ ക്രൂശിക്കപ്പെടുമ്പോൾ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ദുഷ്പ്രവർത്തിക്കാരനോട് യേശു പറയുന്നൊരു വാക്കുണ്ട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ആ പറുദീസ അബ്രഹാം പിതാവിൻ്റെ മടിയാണ്. ഭക്തന്മാർ അവിടെ വിശ്രമിച്ചിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു ഒരിക്കലൊരു സംഭവം പറഞ്ഞു, ഒരു ധനവാന്റെയും ദരിദ്രന്റെയും സംഭവം. ധനവാൻ സന്തുഷ്ടനായി ജീവിച്ചു. അവൻ ഒരു ദിവസം മരിച്ചു. അവൻ്റെ ആത്മാവ് വളരെ സന്തോഷത്തോടെ ജീവിച്ചവനെ വലിയൊരടക്കാരാധന അവന് ലഭിച്ചു. അവൻ്റെ പടിപ്പുരക്കിലൊരു ദരിദ്രനുണ്ട്, പേര് ലാസർ എന്നാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ 4 സുവിശേഷങ്ങളിലായി ഏറെക്കുറെ 58ഓളം ഉപമകൾ യേശു പറയുന്നതുണ്ട്. അതിലേറിയ ഭാഗവും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയാണ്. ആ ഉപമയിൽ നിന്ന് തികച്ചും വ്യത്യസ്തപ്പെട്ട ഒന്നാണ് ഈ പറയപ്പെടുന്ന സംഭവം. ഇത് ഒരു ഉപമയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. കാരണം യേശു പറഞ്ഞ ഒരു ഉപമയിലും ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഉപമയിൽ, ഈ സംഭവത്തിൽ പേര് പറഞ്ഞിട്ടുണ്ട്. ഒരു ദരിദ്രൻ, പേര് ലാസർ എന്നാണ്. 2 പേരും മരിച്ചുപോയി. ധനവാൻ യാതന സ്ഥലത്തേക്കും ദരിദ്രൻ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്കും പോയി. അബ്രഹാം പിതാവിൻ്റെ മടിയിലിരുന്ന് സമാധാനം, ആശ്വാസം പ്രാപിച്ച ലാസറിനെ കണ്ടിട്ട് സാധുവായി താഴെ കിടക്കുന്ന ദയനീയമായ ആ ധനവാന്റെ യാചനയുടെ രംഗം ബൈബിളിൽ എടുത്തെഴുതിയിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അബ്രഹാം പിതാവേ, എന്നോട് കരുണ തോന്നി ആ ലാസറിനെ എൻ്റെ അടുക്കലൊന്ന് അയക്കണമേ. അപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു, ഇല്ല, ഒരുവൻ അവിടെ നിന്ന് ഇങ്ങോട്ടും ഒരുവനെ ഇവിടെ നിന്ന് അങ്ങോട്ടും വരുവാൻ സാധ്യമല്ല. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ഇതിനാണ് ബൈബിൾ ഭാഷയിൽ പറുദീസ എന്ന വാക്ക് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ക്രൂശിലെ കള്ളനോട് യേശു പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. 3-ാം ദിനം മരണം വിട്ട് ഉയർത്തുവന്ന മശിഹായുടെ സമീപത്ത് നിൽക്കുന്ന മഗ്ദല മറിയത്തോട് യേശു പറയുന്നു, സ്ത്രീയെ, നീ എന്നെ തൊടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ ഇതുവരെയും കയറിപ്പോയിട്ടില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, പറുദീസ എന്ന് പറയുന്നത് പിതാവിൻ്റെ സന്നിധിയിലല്ല. വിശുദ്ധ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തനിക്ക് സംഭവം എഴുതുന്നതിന് ഏറെക്കുറെ 14ഓളം വർഷങ്ങൾക്കപ്പുറം എഫെസോസിൽ വെച്ച് കല്ലേറേറ്റ് താൻ മരിച്ചെന്ന് കരുതി തൻ്റെ ശവശരീരം എന്ന വണ്ണം പുറത്തെറിഞ്ഞു കളയുമ്പോൾ ആത്മാവിനെ ദൈവം എടുത്തുകൊണ്ടുപോയി പറുദീസ കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം. അവൻ 14 സംവത്സരങ്ങൾക്ക് മുൻപ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ അദ്ദേഹം ദൂതന്മാരെ കണ്ടില്ല, അവിടെ യേശുവിനെ കണ്ടില്ല, അവിടെ പിതാവായ ദൈവത്തെ കണ്ടില്ല. പക്ഷേ മനുഷ്യർക്ക് ഉച്ചരിച്ചുകൂടാത്ത വാക്കുകൾ ഞാൻ അവിടെ കേട്ടു. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പറുദീസ എന്ന് പറഞ്ഞ അതേ വാക്കുകളിൽ തന്നെ സ്വർഗം എന്ന വാക്കും പറയുന്നുണ്ട്. അപ്പോൾ മശിഹായുടെ ക്രൂശും മരണം വരെയും മരിച്ചുപോയ ഭക്തന്മാരുടെ ആത്മാക്കൾ വിശ്രമിച്ചിരുന്നത് ഭൂമിയുടെ അധോഭാഗത്തിലായിരുന്നു. ഇതിന് അബ്രഹാം പിതാവിൻ്റെ മടി എന്ന് പറയും. മറുഭാഗത്ത് ദുഷ്ടൻ മരിച്ചാൽ അവൻ പാതാളത്തിൽ പോയി മൗനമായിരിക്കുന്നെന്നാണ് ബൈബിൾ പറയുന്നത്. അന്തിമ വിധിയുടെ നാൾ വരെയും സകല ദുഷ്ടന്മാരും ആ യാതനാ സ്ഥലത്തിരിക്കുകയാണ്. എന്നാൽ ഇന്ന്
കൃപായുഗത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ദൈവത്തിന്റെ ദാനമായ രക്ഷയും ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ ദാനമായ ഉപദേശ സത്യങ്ങളും ഗ്രഹിച്ച് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് യാത്ര ചെയ്ത ഒരുവൻ മരിച്ചാൽ അവന്റെ ആത്മാവ് വിശ്രമിക്കുന്നത് 3-ാം പറുദീസയിലാണ്. വേദപുസ്തകത്തിലെ പ്രമാണങ്ങളെ നാം നോക്കുമ്പോൾ 3 ഭാഗങ്ങളായി നമുക്ക് കാണാം. മനസാക്ഷിയുടെ ഒരു കാലമുണ്ടായിരുന്നു, 2500 വർഷം. ആദാമിന്റെ തകർച്ച തുടങ്ങി മോശയ്ക്ക് പ്രമാണം ലഭിക്കുന്ന കാലം വരെ ഏറെക്കുറെ 2500 വർഷം. ഇതിനെ ബൈബിൾ മനസാക്ഷിയുടെ യുഗമെന്നാണ് പറയുന്നത്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ് ഇവരൊക്കെ മനസാക്ഷി യുഗത്തിലെ നീതിമാന്മാരായിരുന്നു. എന്നാൽ മോശ ജനിച്ചത് മനസാക്ഷി യുഗത്തിലാണ്, പക്ഷെ മോശ മരിച്ചത് ന്യായപ്രമാണ യുഗത്തിലാണ്. മോശയുടെ പക്കലാണ് ദൈവം ന്യായപ്രമാണം കൊടുക്കുന്നത്. നമ്മൾ പഴയ നിയമം എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഇത് 4000-ഓളം വർഷമാണ്. 2500 വർഷക്കാലം മനസാക്ഷിയുടെ യുഗവും 1500 വർഷക്കാലം ന്യായപ്രമാണ യുഗവുമാണ്. ഇവയെ രണ്ടിനെയും കൂടെ ഏകീകരിച്ചുകൊണ്ടാണ് നമ്മൾ പഴയ നിയമം എന്ന വാക്ക് ഉച്ചരിക്കുന്നത്. ശ്രദ്ധിക്കുക, മനസാക്ഷിയുഗത്തിൽ ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത്? വിശ്വാസികളുടെ പിതാവും ദൈവത്തിന്റെ സ്നേഹിതനും ഇസ്രായേൽ ജാതിയെ വെട്ടിയെടുത്ത പാറയുമായ അബ്രഹാമിനോട് ദൈവം പറയുന്നു, അബ്രഹാമേ, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അബ്രഹാമിനോട് ആവശ്യപ്പെട്ടത് എന്താണ്? അബ്രഹാമേ, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ആ നിഷ്കളങ്കത്വം സൂക്ഷിക്കേണ്ടതിന് അബ്രഹാം ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ടു വേർപെടേണ്ടിയിരുന്നു. ആ നിഷ്കളങ്കത്വം സൂക്ഷിക്കേണ്ടതിന് അബ്രഹാം ദൈവവുമായി ഒരു നിത്യ ഉടമ്പടിയായ പരിച്ഛേദനയുടെ നിയമം പാലിക്കണമായിരുന്നു. ആ നിഷ്കളങ്കത്വം സൂക്ഷിക്കേണ്ടതിനായി അദ്ദേഹം ദൈവിക ദർശനം പ്രാപിക്കണമായിരുന്നു. അബ്രഹാമിന് ദൈവം പ്രധാനമായ 4 ദർശനങ്ങൾ കൊടുത്തിരുന്നു. ആ മനസാക്ഷിയത്തിൽ ജീവിച്ച അബ്രഹാം എന്ന നീതിമാന് അതിപ്രധാനമായ 4 ദർശനങ്ങളും ദൈവത്തിൻ്റെ 3 പ്രത്യക്ഷതകളും ഉണ്ടായിരുന്നു. ഒരു നാൾ കൽദയരുടെ പട്ടണത്തിൽ ഉരിയാടാത്ത ഊമ ദൈവങ്ങളെ സേവിച്ച് പാർക്കും കാലത്ത് തേജോമയനായ ദൈവം പ്രത്യക്ഷനായി. എബ്രഹാം എബ്രഹാം എന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം അദ്ദേഹം കേട്ടു. ആ തേജസ്സുള്ള കർത്താവിന്റെ പ്രത്യക്ഷത കൊണ്ട് ദേശക്കാരെയും ചാർച്ചക്കാരെയും പ്രദേശത്തെയും വിട്ട് അബ്രഹാം യാത്രയായി. അദ്ദേഹം ഒരു വലിയ സമ്പന്നനായിരുന്നു. തൻ്റെ ഭാര്യയുടെ പേര് സാറ, സഹോദരപുത്രനായ ലോത്തിന്റെ ഭാര്യ, അതോടൊപ്പം തൻ്റെ വിശ്വസ്തദാസനായ ഏലിയസർ, ധാരാളം ആടുമാടുകൾ, സമ്പൽ സമൃദ്ധി, അതോടൊപ്പം തൻ്റെ സമ്പത്തുകളെ സംരക്ഷിക്കുവാൻ തൻ്റെ വീട്ടിൽ വളർത്തിയെടുത്തൊരു ചെറിയ സൈന്യം, അഭ്യാസികൾ. ഇങ്ങനെയുള്ള ഒരു വലിയ പ്രഭുവായിരുന്നു മഹാനായ അബ്രഹാം. ഇന്ന് യഹൂദനും ഇസ്ലാമികനും ക്രൈസ്തവനും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ബൈബിളിലെ അടിസ്ഥാനങ്ങളിൽ ഒന്നായി നിൽക്കുന്ന എബ്രഹാം. എബ്രഹാമിന് 3 പ്രാവശ്യം ദൈവം പ്രത്യക്ഷനായി. ഒന്നാമത്തെ പ്രത്യക്ഷത തേജോമയനായ ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം, അബ്രഹാം യാത്രയായി. തുടർന്ന് അബ്രഹാമിന്റെ ജീവിതത്തിൽ അനവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. യാത്രയ്ക്കിടയിൽ അബ്രഹാം ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ, എൻ്റെ അപ്പനെയും അമ്മയും ചാർച്ചക്കാരെയും ദേശക്കാരെയും വിട്ട് ഞാൻ ഏകനായോ? ചിന്ത മനസ്സിനെ വേട്ടയാടുന്നെന്ന് കണ്ടപ്പോൾ ഒരു രാത്രിയിൽ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം വിളിച്ചു, എബ്രഹാം, ഐ ആം എവർലാസ്റ്റിംഗ് ലോർഡ്. ഞാൻ നിത്യനായ ദൈവമാണ് അബ്രഹാം. അബ്രഹാമിന്റെ ഏകാന്തത അവനോട് വിട പറഞ്ഞു. ദൈവസാന്നിധ്യം മനസ്സിലും ഹൃദയത്തിലും കൂടാരത്തിലും അവൻ അനുഭവിച്ചറിഞ്ഞു. പിന്നീട് അവൻ്റെ ഉള്ളിൽ ഭയമുണ്ടായി. ഭാര്യ സാറ സൗന്ദര്യമുള്ള സ്ത്രീയാണ്, ആടുമാടുകളുണ്ട്. കനാനിലേക്കുള്ള യാത്ര മധ്യേ ചിലപ്പോൾ ശത്രു തന്നെ ആക്രമിക്കാം, അസംഖ്യ യുദ്ധമുണ്ടാകാം. യുദ്ധത്തിന്റെ ഭീതി മനസ്സിലേക്ക് വേട്ടയാടി വ്യാകുലപ്പെട്ട മനസ്സോടെ ആയിത്തീർന്നു. ഒരു രാത്രിയിൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അബ്രഹാമിനോട് പറഞ്ഞു, എബ്രഹാം, ഐ ആം ഓൾ മൈറ്റി ലോർഡ്. ഞാൻ സർവശക്തനായ ദൈവമാണ്. തേജസ്സുള്ള ദൈവമായും നിത്യ ദൈവമായും സർവശക്തനായ ദൈവമായും ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷതയുടെ പിന്നിൽ അബ്രഹാമിന് അതിപ്രധാനമായ ചില ദർശനങ്ങൾ ലഭിച്ചു. ആ ദർശനത്തിലൊന്ന് കനാന്റെ ദർശനമാണ്. അബ്രഹാം ഇങ്ങനെ യാത്ര ചെയ്തു പോകുകയാണ് ദൈവമക്കളെ. ഒരു നിയമിത സ്ഥലത്തെത്തുമ്പോൾ അബ്രഹാം എന്ത് ചെയ്യും? ഒട്ടകത്തിന്റെ പുറത്തു നിറങ്ങും. അപ്പോൾ തൻ്റെ വിശ്വസ്തദാസനായ ഒരാളുണ്ട്, പേര് ഏലിയസർ. അദ്ദേഹം വന്ന് ചോദിക്കും, യജമാനനെ,
അങ്ങയുടെ ദൈവം സ്വർഗത്തിൽ അങ്ങേ കാണിച്ച ദേശം ഇതാണോ? അപ്പൊ അബ്രഹാം ഇങ്ങനെ തലപൊക്കി നോക്കും, ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കിയിട്ട് അബ്രഹാം പറയും, അല്ല എലീസറേ, അല്ല, ഇതല്ല, ഞാൻ കണ്ട ദേശം പാലും തേനും ഒഴുകുന്ന ദേശമാണ്. അപ്പൊ അടുത്ത പ്രോഗ്രാം നെക്സ്റ്റ്, മുമ്പോട്ട് പോകാം. അങ്ങനെ പലയിടങ്ങളിൽ കൂടാരം മാറ്റി 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 അടിച്ച് പാലും തേനും ഒഴുകുന്ന ഇന്ന് ഇസ്രായേൽ വസിക്കുന്ന കനാൻ എന്ന മനോഹര ദേശത്തേക്ക് വന്നു. അപ്പോൾ കനാന്റെ ഒരു ദർശനമുണ്ടായിരുന്നു ദൈവം. രണ്ടാമത്തെ വിഷയം ഒരാൺ സന്തതിയുടെ ദർശനമാണ്. 60-ാമത്തെ വയസ്സിൽ ദൈവത്തെ അനുഗമിച്ചു. കാലങ്ങൾ പലത് കടന്നുപോയി. ദൈവം അബ്രഹാമിന്റെ പേര് മാറ്റിയിട്ടു. പണ്ട് പേര് അബ്രാം എന്നാണ്. അബ്രാം എന്ന അർത്ഥം, വാക്കിന്റെ അർത്ഥം ശൂന്യനായ മനുഷ്യൻ. ശൂന്യനായ മനുഷ്യന്റെ ആ വാക്കിനെ ദൈവം മാറ്റി അബ്രഹാം എന്നാക്കി. അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം അനേക ജാതികളുടെ പിതാവ്. ഇത് 1 day 2 day പ്രോഗ്രാം ഒന്നുമല്ല. ദൈവം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ 75-ാമത്തെ വയസ്സിൽ നിനക്കൊരു മോനെ തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അബ്രഹാം എന്ന് പറഞ്ഞത്. അടുത്ത ദിവസം ആരോ ചോദിച്ചു, സ്നേഹിത പേരെന്താണ്? എൻ്റെ പേര് അബ്രഹാം. സന്തതിയില്ലാത്ത നിർജീവനായവൻ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ അനേക ജാതിയുടെ പിതാവാണ്. കാലങ്ങൾ പലത് കടന്നുപോയി. 99 വയസ്സ് പ്രായമായി. ദൈവദൂതന്മാരുടെ സന്ദർശനം ഉണ്ടായി. അവന്റെ മനസ്സിനെ ഉണർത്തി. അവന് ദൈവം ഒരു ആൺ സന്തതിയെ കൊടുത്തു. അതാണ് ബഹുമാനപ്പെട്ട മിസ്റ്റർ ഐസക്. അപ്പോൾ ഐസക്കിനെ കുറിച്ചൊരു ദർശനം ഉണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ നമ്മുടെ ജയകരമായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നമുക്കും ഒരു ദർശനം ഉണ്ടാകണം സഹോദരങ്ങളെ. നമ്മിലൊരു ആൺകുട്ടി ഉണ്ടാകും, ജയകരമായൊരു ക്രിസ്തീയ ജീവിതം. ഇത് 1 day 2 day പ്രോഗ്രാമൊന്നുമല്ല. നമ്മൾ ഇന്നൊന്നും പ്രാർത്ഥിച്ചു പോ പിശാചി എന്ന് പറഞ്ഞ് ആട്ടിയാലൊന്നും പ്രാകൃതങ്ങൾ പോകത്തില്ല. 25 വർഷത്തോളം കാത്തിരുന്നു തനിക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന്. എന്നിട്ട് എബ്രായ ലേഖനത്തിൽ പൗലോസ് അവരുടെ കുടുംബജീവിതം എടുത്തെഴുതിയപ്പോൾ പറയാണ്, അബ്രഹാം വയോധ്യനും സാറായുടെ ശരീരം നിർജീവമെന്ന് പറഞ്ഞിട്ട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്നവർ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു. 100-ാമത്തെ വയസ്സിൽ കുഞ്ഞ് ജനിച്ചു. പേര് ഇസഹാക്ക്. അപ്പൊ 2-ാമത്തെ ദർശനം ആൺകുട്ടിയുടെ ദർശനമാണ്. നമുക്ക് ഈ ദർശനമുള്ള മനുഷ്യരായിരിക്കണം കേട്ടോ. ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ടല്ല, 25ഓളം വർഷം കൊണ്ടാണ് തനിക്കൊരു കുഞ്ഞ് ജനിച്ചത്. ശരീരം നിർജീവമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് അവനൊരു കുഞ്ഞിനെ കൊടുത്തത്. 3-ാമത്തെ ദർശനം മോറിയായുടെ ദർശനമാണ്. കാലങ്ങൾ പലത് കടന്നുപോയി. ഒരു ദിവസം രാത്രിയിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമേ, അബ്രഹാമേ, നിന്റെ പ്രിയ സന്തതിയായ ഇസഹാക്കിനെ കൊണ്ട് മോറിയ മലയിൽ യാഗം കഴിക്കണം. മനസ്സുരുകാതിരിക്കുമോ? നന്നാ വയോധ്യനായി ദൈവമക്കളെ. 100, 114, 115 വയസ്സോളം വരുന്ന ആ പ്രായത്തിലാണ് ദൈവം ഇത് ആവശ്യപ്പെടുന്നത്. ആകപ്പാടെ വ്യാകുലപ്പെട്ടു. ആരോടും പറഞ്ഞില്ല. ഒരു ദിവസം പ്രഭാതത്തിൽ കുഞ്ഞിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നമുക്ക് മോറിയയിലേക്ക് പോകണം. ചില ദിനങ്ങൾ കഴിഞ്ഞേ വരൂ, അമ്മയെ പോയി കണ്ടിട്ട് പറഞ്ഞു വാ. അവിടെ നിന്ന് ഓടി സാറായുടെ അരിക്കച്ച് ഇസഹാക്ക് പറഞ്ഞു, അമ്മച്ചി, ഞാനും അപ്പച്ചനും കൂടെ മോറിയയിലൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചില നാളുകൾ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. കുറെ ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ ദൂരത്ത് വെച്ച് അബ്രഹാമിന് മോറിയയുടെ ദർശനം ഉണ്ടായി. മോറിയയുടെ ദർശനം ഉണ്ടായപ്പോൾ ദാസന്മാരോട് പറഞ്ഞു, ഇവിടെ ഇരുന്നോളാൻ. പിന്നെന്ത് ചെയ്യണം? മകനാണ് വിറക് ചുമക്കുന്നത്. കത്തിയും തീയും മാത്രമേ അപ്പൻ്റെ കയ്യിലുള്ളൂ. വിറകും യാഗമൃഗവും മകനാണ് ചുമക്കുന്നത്. എന്തൊരത്ഭുതമാണ്! അവനിങ്ങനെ ചുമക്കുകയാണ്. കുഞ്ഞും ബാലനല്ലേ, അവൻ ഈ വിറകും ചുമന്ന് അണച്ച് കയറ്റം കയറുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവൻ ചോദിക്കും, അപ്പാ എന്താ വേണം? അപ്പാ കത്തിയുണ്ടല്ലോ, വിറകുണ്ടല്ലോ, മൃഗം എവിടെ? യഹോവ കരുതിക്കൊള്ളും. ശ്രദ്ധിക്കുക, മോറിയയുടെ ദർശനം ഉണ്ടായപ്പോഴാണ് ദാസന്മാരെയൊക്കെ ഒഴിവാക്കിയത്. പിന്നെ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇവര് തമ്മിലുള്ള സംഭാഷണമാണ്. മോറിയയുടെ ദർശനമുള്ള ഒരു ക്രിസ്ത്യാനിക്ക് ദൈവവുമായിട്ട് സംസാരിക്കാനൊക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ പരാതി മുഴുവൻ നമ്മൾ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കും. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, ഉറക്കത്തിൽ ഊണിലും പകല് പറഞ്ഞത് പോരാഞ്ഞ് രാത്രി കൂടെ പരാതി പറയുന്നവരുണ്ട്. കാര്യം അവർക്ക് മോറിയയുടെ ദർശനമില്ല. അബ്രഹാമിനും മോറിയയുടെ ദർശനം ലഭിച്ചു. ഇപ്പോൾ ദാസന്മാരെ ഒഴിവാക്കി. ഇവരപ്പനും മോനും മാത്രമേ ഉള്ളൂ. എന്തൊരു സ്നേഹം! എന്ത് കാര്യവും അപ്പനോടാണ് ചോദിക്കുന്നത്, മറുപടി അപ്പനാണ് പറയുന്നത്. ഇതാണ് 3-ാമത്തെ ദർശനം. ഈ ദർശനം അബ്രഹാമിനുണ്ടായിരുന്നു. 4-ാമത്തെ ദർശനം ആ ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരത്തിന്റെ ദർശനമാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം ശില്പിയായി നിർമ്മിച്ചൊരു നഗരമുണ്ട്. അടിസ്ഥാനമുള്ള നഗരം ദൂരത്ത് നിന്ന് കണ്ട് അന്യനും പരദേശി എന്ന് ഏറ്റുപറഞ്ഞ് അദ്ദേഹം യാത്രയായി. അപ്പോൾ 3 പ്രാവശ്യം ദൈവം പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷതയുടെ അനന്തരമായി 4 ദർശനങ്ങൾ ലഭിച്ചു. അങ്ങനെ അബ്രഹാമിനോടുള്ള വാഗ്ദത്തത്താൽ യേശു ലോകത്തിലേക്ക് വന്നു. നമ്മുടെ പഠന വിഷയത്തിലേക്ക് മടങ്ങി വരാം.
നമ്മുടെ കർത്താവായ യേശു മരണം വിട്ട് ഉയർത്ത് പിതാവിൻ്റെ അടുക്കൽ പോയി. അവിടെ ഇപ്പോൾ താൻ രാജാവായിരിക്കുകയാണ്. താൻ രാജ്യത്വം ഏറ്റപ്പോൾ സഭയ്ക്ക് ദാനങ്ങളെ കൊടുത്തു. എഫെസ്യ ലേഖനത്തിൽ വരുമ്പോൾ ആ വാക്കൊന്ന് വായിച്ചാട്ട്, അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങൾ. യേശു സിയോനിലെ രാജാവായി തീർന്നപ്പോൾ, ശ്രദ്ധിക്കുക, യേശു സിയോനിൽ രാജാവായി തീർന്നപ്പോൾ അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. വേദപുസ്തകം നിങ്ങൾ പഠിച്ചാൽ യേശു പ്രദാനം ചെയ്യുന്ന ദാനങ്ങളെ കാണാം. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെയാണ്: രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. യേശു രാജ്യത്വം പ്രാപിച്ച് യേശു സിയോനിലെ രാജാവായപ്പോൾ യേശു സഭയ്ക്ക് ദാനങ്ങളെ കൊടുത്തു. ഇന്നും ചില രാജഭരണമുള്ള രാജ്യങ്ങളിൽ പോയാൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിങ്ങൾ പോയാൽ, അവിടെ പുതിയ രാജാവ് കിരീടാവകാശിയായി തീരുമ്പോൾ ആ കിരീടാവകാശത്തോടുകൂടെ കൂടി 2 കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, വർഷങ്ങളായി തടവിൽ അകപ്പെട്ടിട്ട് ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത തടവ് പുള്ളികളുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യം കൽപ്പിച്ചു കൊടുക്കും. രണ്ടാമത്, രാജ്യത്വമേറ്റാൽ ഉടനെ രാജ്യസ്നേഹികളായ, രാജ്യത്തെ സ്നേഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, പട്ടാള മേധാവികൾ, രാജ്യത്തിന് നന്മ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ദാനങ്ങളെ കൊടുക്കും. നമ്മൾ ഇന്നും സൗദി അറേബ്യയിൽ പോയാൽ നമുക്കത് കാണാം. അവിടെ രാജഭരണമായിരിക്കും. ഇത് ആരിൽ നിന്നാ കണ്ടുപഠിച്ചത് നമ്മൾ ചിന്തിക്കുമില്ലേ? ഇത് കണ്ടുപഠിച്ചത് നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായുടെ രാജ്യത്വത്തിൽ നിന്നാണ്. യേശു രാജ്യത്വം പ്രാപിക്കും മുൻപ് അവൻ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുത്തു. അടുത്തത്, അവൻ ദാനം കൊടുത്തു. ബദ്ധന്മാരെ പിടിച്ച് അവൻ ഉയരത്തിലേക്ക് കയറിപ്പോയി. അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. യേശു സിയോനിൽ രാജാവായപ്പോൾ അവൻ ദാനം കൊടുത്തു. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. യേശു കൊടുത്ത ദാനങ്ങളിൽ ഒന്ന് രക്ഷയാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെയാണ്: രക്ഷ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമാണ്. വായിച്ചാൽ, രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമത്രേ. യേശു സിയോനിൽ രാജാവായി തീർന്നപ്പോൾ അവൻ സഭയ്ക്ക് ദാനങ്ങളെ കൊടുത്തു. ദാനങ്ങളുടെ ഒരു നിര നമുക്ക് ബൈബിളിൽ കാണാം. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. കർത്താവായ യേശുവിനെ ഹൃദയപൂർവ്വം വിശ്വസിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, ആദരം കൊണ്ട് ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടും. രക്ഷ എന്ന വാക്കിന് പല അർത്ഥമുണ്ട് സഹോദരങ്ങളെ. ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു പോകുക എന്നുള്ളതിന് രക്ഷ എന്ന് പറയും. പുരാതന കാലത്ത് നാവികരുടെ കപ്പലുകൾ ആഴത്തിൽ മുങ്ങിത്താണുപോയ കപ്പലുകളെ, ബലപ്പെട്ട കപ്പലുകൾ കൊണ്ടുവന്ന് കപ്പിയും കയറുമിട്ട് അതിനെ പൊക്കിയെടുത്ത് അതിൻ്റെ കേടുപാടുകൾ പോക്കുവാൻ തുറമുഖത്ത് കൊണ്ടെത്തിക്കുന്നതിന് അക്കാലത്ത് പറഞ്ഞിരുന്ന വാക്കാണ് സാൽവേഷൻ. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോൾ 2 കാര്യം നടക്കുന്നു. ഒന്ന്, നരക ശിക്ഷയിൽ നിന്ന് അവൻ ഒഴിവുള്ളവനായിത്തീരുന്നു. 2, പാപത്താൽ അവന് സംഭവിച്ചു പോയ തകർച്ചയെ, കേടുപാടുകളെ പോക്കിയെടുക്കുവാൻ സുരക്ഷിതമായ സ്ഥലത്ത് അവനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇതേ ഭാഷ ദാവീദ് പറയുമ്പോൾ അദ്ദേഹം തന്റെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്: നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. അടുത്തത്, എൻ്റെ കാലുകളെ അവനൊരു പാറമേൽ നിർത്തി. യേശു രാജ്യത്വം പ്രാപിച്ചപ്പോൾ സഭയ്ക്ക് ലഭിച്ച ഒന്നാമത്തെ ദാനം അത് രക്ഷയാണ്. വീണ്ടും അടുത്ത ഭാഗത്തേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തിയിൽ വരുമ്പോൾ അവിടെ പറയുന്നൊരു വാക്കുണ്ട്. 2-ാം അധ്യായം 36-ാം വാക്യം. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വ്യാപരിക്കുന്ന കണ്ടിട്ട് ഓടിക്കൂടിയ യഹൂദന്മാരോട് പത്രോസ്ലീഹ പറയുകയാണ്, ആ ദൈവത്തിന്റെ ദാനമാണ് പരിശുദ്ധാത്മാവ്. ഒന്ന് വായിച്ചാൽ 2:36. 38-ാം വാക്യം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വളരെ വ്യക്തമായി പറയാണ്, ദൈവത്തിന്റെ ദാനമാണ് പരിശുദ്ധാത്മാവ്.
രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. വീണ്ടും നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുകയാണ് ഈ ദാനം അല്ലെങ്കിൽ നമുക്ക് വരങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. യാക്കോബ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൽ യാക്കോബ് പറയാണ്, സ്വർഗത്തിലെ ദാനമാണ് വരങ്ങൾ, കൃപാവരങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. ചിലർ അത്ഭുത രോഗശാന്തി നടത്തും, ചിലർ നന്നായി ദൈവരാജ്യം പ്രസംഗിക്കും, ചിലർ നന്നായി മറ്റുള്ളവരെ വേദകാര്യങ്ങൾ പഠിപ്പിക്കും. ഒരുപാട് ദാനങ്ങളുണ്ട്. അതിലൊരു ഭാഗമാണ് നമുക്ക് തന്നിരിക്കുന്ന വരങ്ങൾ. വായിച്ചാട്ട് 1:17 എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും, എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളൊക്കെയും ഉയരത്തിൽ നിന്ന്, ശ്രദ്ധിക്കുക, എല്ലാ വരങ്ങളും ദൈവത്തിന്റെ ദാനമാണ്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. കൃപാവരങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. ഈ കൃപായുഗത്തിൽ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകർ ദൈവത്തിന്റെ ദാനമാണ്. മറ്റൊരു ഭാഗത്ത് പൗലോസ് പറയുന്നു, ഈ തേജസ്സിന്റെ ഉപദേശം ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഇവിടെയും തീരുന്നില്ല. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ പ്രാരംഭ വരിയിൽ പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. രക്ഷയിൽ ആരംഭിക്കുന്ന ദൈവത്തിന്റെ ദാനം നിത്യതയുടെ അവകാശം വരെയും തുടരുകയാണ് ദൈവമക്കൾ. ബൈബിൾ നമ്മൾ പഠിച്ചാൽ യേശു മുഖാന്തരം സഭയ്ക്ക് ലഭിച്ച 6 ദാനങ്ങളെ കാണാം. 6 ദാനങ്ങൾ സഭ ഇപ്പോൾ പ്രാപിച്ചു കഴിഞ്ഞു. 7-ാമത്തെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിച്ചാൽ, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. കൃപാവരങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. ഈ വിശുദ്ധന്മാർ ദൈവത്തിന്റെ ദാനമാണ്. തേജസ്സിന്റെ ഉപദേശം ദൈവത്തിന്റെ ദാനമാണ്. വരാൻ പോകുന്ന ആ ഭവനം ദൈവത്തിന്റെ ദാനമാണ്. യേശു സിയോനിൽ രാജത്വം ആയിരിക്കുന്നു. അവൻ സിയോനിൽ രാജാവായപ്പോൾ ഇതാ അവൻ സഭയ്ക്ക് ദാനങ്ങളെ കൊടുത്തു. എന്താണ് പത്രോസ് പറയുന്നത്? നിങ്ങൾ ക്രൂശിച്ചു വന്ന യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ച് പിതാവിന്റെ വലത്തുഭാഗത്ത് അവന്റെ മഹിമയിൽ ഇരുത്തിയിരിക്കുകയാണ്. ദാവീദ് എന്തു പറയുന്നു? എന്റെ രാജാവിനെ ഞാൻ സിയോനിൽ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ യേശു സിയോനിലെ രാജാവാണ്. അവൻ നമുക്ക് ദാനങ്ങളെ തന്നിരിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. അടുത്തത്, യേശു സ്വർഗത്തിൽ ഇപ്പോൾ തൻ്റെ സ്ഥാനം എന്താണ്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്ന്, യേശു സിയോനിലെ രാജാവാണ്. പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ലോകാരംഭങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന മഹിമയിൽ ഇപ്പോൾ യേശു ഇരിക്കുകയാണ്. അവൻ നമുക്ക് ദാനങ്ങളെ തന്നു. ഇനിയും ദാനമായ ഒരു കെട്ടിടമുണ്ട്. അതിൻ്റെ പണികൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, നിങ്ങൾ എൻ്റെ പിതാവിലും വിശ്വസിക്കണം. മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ അനേക കൊട്ടാരങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നുവോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കൊട്ടാരം ഒരുക്കാൻ പോകുകയാണ്. അത് കഴിഞ്ഞാലുടനെ എത്രയും വേഗം ഞാൻ മടങ്ങി വരാം. കഴിഞ്ഞ 1900 വർഷമായി ഭക്തന്മാരെ തൻ്റെ പരിശുദ്ധ സഭയ്ക്കായി, തൻ്റെ പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ ഈ ചൂടേറിയ മരുഭൂപ്രയാണം കഴിഞ്ഞ് പർദീസയിൽ എത്തിച്ചേരുമ്പോൾ അവൾക്കായി ഒരു നിവാസം പണിയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, നിങ്ങൾ എൻ്റെ പിതാവിലും വിശ്വസിക്കണം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ അനേക കൊട്ടാരങ്ങളുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾക്കായി ഒരു കൊട്ടാരം ഒരുക്കാൻ പോകുകയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ എത്രയും വേഗം മടങ്ങി വരും. മഹിമയുടെ രാജാവായി നമ്മുടെ മശിഹ മടങ്ങി വരും. നിത്യതയിൽ സഭയ്ക്കായി വാസസ്ഥലം ഒരുക്കുന്നു. പൗലോസ് പറഞ്ഞത് എന്താണ്? ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ വിശുദ്ധന്മാർ
സഹോദരന്മാരെ, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്, അഭിഷേകം ദൈവത്തിന്റെ ദാനമാണ്, കൃപാവരം ദൈവത്തിന്റെ ദാനമാണ്, തേജസ്സിന്റെ ഉപദേശം ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷക അവർ ദൈവത്തിന്റെ ദാനമാണ്. ഇതിനപ്പുറം അനന്തനിത്യതയുടെ കവാടം തുറക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം നമുക്കുണ്ട്. വിശ്വസിക്കുന്നവർ, അതിനെ ആത്മാവിൽ കാണുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടമുണ്ട്. യേശു ഇന്ന് സഭയ്ക്കായി ആവാസസ്ഥലം ഒരുക്കിയ അവൻ സിയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷനാകും. അവൻ യെരൂശലേമിനെ പണിത് മഹിമയോടെ മടങ്ങി വരും. ഭക്തന്മാർ ദൂരത്ത് നിന്ന് മശിഹായുടെ ആഗമനം കണ്ടിരുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. യേശു സ്വർഗത്തിലെത്തിയപ്പോൾ തൻ്റെ അടുത്ത ദൗത്യം എന്താണ്? ഇബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതനായിട്ട് യേശു നമുക്കുണ്ട്. വായിച്ചാട്ടെ, എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ അവിടെയല്ലോ, ആകാശത്തിൽ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മുടെ യേശു ആരാണ്? അവൻ അനന്ത നിത്യതയിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് സിയോനിലെ രാജാവാ. തീരുന്നില്ല, വീണ്ടും പറയുന്നു, ഇതാ ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ പുരോഹിതൻ നമുക്കുണ്ട്. ആരാണ് ആ പുരോഹിതൻ? പൗലോസ് പറഞ്ഞു, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു. ഇബ്രായ ലേഖനം 3-ാം അധ്യായം പ്രാരംഭ വരികൾ വായിച്ച. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. അപ്പോൾ യേശു സ്വർഗത്തിൽ ഇപ്പോൾ ആരാണ്? യേശു ഒരു പുരോഹിതനാണ്. ഭൂമിയിലായിരുന്നെങ്കിൽ അദ്ദേഹം പുരോഹിതനാകുമോ? ആകത്തില്ലെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അദ്ദേഹം ബെന്യാമിൻ ഗോത്രക്കാരനാണ് പൗലോസ്ലീഹ. യേശു യഹൂദ ഗോത്രക്കാരനാണ്. പക്ഷേ പൗരോഹിത്യം ലേവിയ ഗോത്രത്തിനാണ്. ലേവിയ ഗോത്രത്തിനാണ് പൗരോഹിത്യം. പുറപ്പാട് പുസ്തകം നമ്മൾ വായിച്ചാൽ അക്കാലത്തെ യഹോവയായ, ആവർത്തന പുസ്തകമാണോ, അക്കാലത്തെ യഹോവയായ ദൈവം ലേവി ഗോത്രത്തെ തിരഞ്ഞെടുത്തു. തന്നോടുകൂടെ തൻ്റെ സന്നിധിയിൽ നിൽപ്പാനും പെട്ടകം ചുമപ്പാനും യഹോവയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിപ്പാനും അക്കാലത്ത് യഹോവയായ ദൈവം ലേവി ഗോത്രത്തെ തിരഞ്ഞെടുത്തു. അപ്പോൾ യേശു യഹൂദനാണ്. യഹൂദനായിരിക്കൊണ്ട് പള്ളിയുടെ പ്രാകാരം വരെ കയറാനൊക്കത്തും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞല്ലോ, അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകത്തില്ല. വായിച്ചാട്ടെ, എബ്രായ ലേഖനം 8-ാം അധ്യായം 4-ാം വാക്യം. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ, മക്കളെ നിർത്തി വായിക്കണേ, അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകത്തില്ല. യേശു ഭൂമിയിലാണ്, പുരോഹിതനാകത്തില്ല. കാരണം എന്താണ്? പൗരോഹിത്യം കൽപ്പിച്ചത് ലേവ്യനോടല്ലേ? യേശു ലേവ്യനല്ലല്ലോ, യേശു യഹൂദനല്ലേ? ആകയാൽ യഹൂദ ഗോത്രത്തോട് പൗരോഹിത്യത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് യേശു ഭൂമിയിലാണെങ്കിൽ പുരോഹിതനാകുകയില്ല. യേശു സ്വർഗത്തിലേക്ക് പോയി. മുമ്പേ നാം ഒരു വാക്ക് വായിച്ചു കേട്ടല്ലോ, ആകാശത്തിൽ കൂടെ. വായിച്ചാട്ടെ, അതൊന്നുകൂടെ വായിച്ചാട്ടെ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി ശ്രദ്ധിക്കുക, ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട്. ശ്രദ്ധിക്കുക, ആകാശത്തിൽ കൂടെ കടന്നുപോയ മഹാപുരോഹിതനായ ദൈവപുത്രനായ യേശു. വീണ്ടും പൗലോസ് പറഞ്ഞ അടുത്ത വാക്യം ഏതാണ്? അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ അവൻ പുരോഹിതനാകത്തില്ല. കാരണം പൗരോഹിത്യത്തെ കുറിച്ച് പറഞ്ഞ ന്യായപ്രമാണം ലേവി ഗോത്രത്തോടാണ് പൗരോഹിത്യം ശുശ്രൂഷയ്ക്ക് അനുവാദം കൊടുത്തിരിക്കുന്നത്. പക്ഷെ യേശു ലേവ്യനല്ല താനും.
അതുകൊണ്ട് യേശു ഒരിക്കലും പുരോഹിതനാകത്തില്ല. പക്ഷേ യേശു സ്വർഗത്തിൽ ചെന്നപ്പോൾ പിതാവായ ദൈവം യേശുവിന് 2 സ്ഥാനം കൊടുത്തു. മുമ്പേ എന്താ വായിച്ചത്? ഞാൻ എൻ്റെ രാജാവിനെ സിയോനിൽ വാഴിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. 2-ാം സങ്കീർത്തനം 6-ാം വാക്യം. ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. എബ്രായ ലേഖനം 7-ാം അധ്യായം 17-ാം വാക്യം. വാക്യം ഏതാണ്? നീ മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ എന്തേക്കും പുരോഹിതനെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവം സ്വർഗത്തിലെത്തിയ യേശുവിന് കൊടുത്ത 2 കാര്യങ്ങളാണ്. 1 രാജ്യത്വം, 2 പൗരോഹിത്യം. അപ്പൊ യേശു തൻ്റെ ശുശ്രൂഷ അവിടെ ഇങ്ങനെ തുടരുകയാണ്. ഇത് എത്ര കാലം വരെ തുടരും? തൻ്റെ പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ സഭ മരുഭൂമി പ്രയാണം കഴിഞ്ഞ് പർദീസയുടെ കവാടത്തിനപ്പുറം പ്രിയന്റെ മാർവിടത്തിൽ വിശ്രാമം കണ്ടെത്തുവോളം ഈ പൗരോഹിത്യ ശുശ്രൂഷ നിത്യതയിൽ തുടരുകയാണ് ദൈവം. കർത്താവായ യേശുവിൻ്റെ പൗരോഹിത്യം അവിടെ പറയുന്ന നല്ല വാക്കാണ്. മൽക്കിസദേക്കിൻ്റെ ക്രമത്തിൽ പുരോഹിതനായതാണ് യേശു. പൗരോഹിത്യം എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പൗരോഹിത്യം എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഈ പൗരോഹിത്യത്തെ 2 ദിശകളിൽ വീക്ഷിക്കാം. 1, പൗരോഹിത്യം എന്നതൊരു സ്ഥാനമാണ്. 2, പൗരോഹിത്യം എന്നത് ഒരു ശുശ്രൂഷയാണ്. ശ്രദ്ധിക്കുക ദൈവമക്കളെ, പൗരോഹിത്യം എന്നതൊരു സ്ഥാനമാണ്. 2, പൗരോഹിത്യം എന്നത് ഒരു ശുശ്രൂഷയാണ്. വേദപുസ്തകം പഠിച്ചാൽ അനേക പൗരോഹിത്യ ക്രമത്തെ നമുക്ക് കാണാം. അതിൽ 1-ാമത്തെ പുരോഹിതൻ മൽക്കിസദേക്കാണ്. ജീവിച്ച അദ്ദേഹത്തിൻ്റെ കാലഘട്ടം മനസാക്ഷി യുഗത്തിലാണ്. വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ പഠിച്ചാൽ വിശുദ്ധ ബൈബിളിലെ 66 പുസ്തകത്തിൽ 3 ഭാഗങ്ങളിലാണ് ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. 1 ചരിത്ര പശ്ചാത്തലത്തിൽ. ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോൾ അബ്രഹാം എന്ന ഭക്തൻ കൽദയരുടെ പട്ടണം വിട്ട് കനാൻ എന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ യാത്ര മധ്യേ ശാലേം രാജാവ് മൽക്കിസദേക്ക്, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ പുരോഹിതൻ, ഇതാ അബ്രഹാമിനെ എതിരേറ്റു വന്നു. അബ്രഹാം ഒരു വൃക്ഷത്തണൽ ഇരിക്കുമ്പോൾ ഒരുവൻ നടന്നു പോവുകയാണ്. അബ്രഹാം തല ഉയർത്തി നോക്കി. അവനിലുള്ള ദൈവികത്വവും അവൻ്റെ ഗാംഭീര്യമൊക്കെ കണ്ടപ്പോൾ അബ്രഹാമിന് മനസ്സിലായി ഇവൻ എന്നേക്കാൾ വലിയവനാണ്. അവൻ ഓടിച്ചെന്ന്, ശ്രദ്ധിക്കുക, അബ്രഹാം ഓടിച്ചെന്ന് ഈ മൽക്കിസദേക്കിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കി. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ അബ്രഹാം നേടിയെടുത്തതിൽ 10-1 ദശാംശമായി ഈ മൽക്കിസദേക്കിന് കൊടുത്തു. ഇന്ന് യഹൂദനും ക്രൈസ്തവനും ഇസ്ലാമികനും അവൻ്റെ ജീവിതത്തിൽ പാലിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ നാമത്തിൽ പൗരോഹിത്യത്തിന് ദശാംശം കൊടുക്കും. സത്യമാണ് ദൈവമക്കളെ. ഇസ്രായേലിയൻ പാലിക്കും, ഇസ്ലാമിയനും പാലിക്കും, ക്രൈസ്തവനും പാലിക്കും. ഇതാരിൽ നിന്ന് കണ്ടുപഠിച്ചതാണ്? അവരുടെ പൂർവ്വപിതാവായ അബ്രഹാമിൽ നിന്ന് കണ്ടുപഠിച്ചതാണ്. കൽദയരുടെ പട്ടണം വിട്ട് കനാൻ എന്ന ദേശത്തേക്ക് പോകുന്ന അബ്രഹാമിനെ എതിരേറ്റു വന്ന ശാലേം രാജാവെന്ന മൽക്കിസദേക്ക്, ദൈവത്തിൻ്റെ പുരോഹിതൻ, അബ്രഹാം അദ്ദേഹത്തെ കണ്ടു ഓടിച്ചെന്നു വണങ്ങി. കഴിഞ്ഞ ദീർഘവർഷക്കാലം തൻ്റെ വിശ്വാസ യാത്രയിൽ താൻ നേടിയെടുത്തതിൽ 10-1 അബ്രഹാം ശാലേം രാജാവിന് കൊടുത്തു. അങ്ങനെയാണ് ഈ ദശാംശത്തിൻ്റെ പരിപാടി വന്നത്. പിന്നെ കാലം കഴിഞ്ഞപ്പം, പിള്ളേരുടെയൊക്കെ കാലം വന്നപ്പം പ്ലാൻ മാറി. കൂട്ടത്തിലൊരുത്തനുണ്ടായിരുന്നു യാക്കോബ്. അവൻ ഭയങ്കര വില്ലനാണ്. അവൻ ദൈവത്തോടൊരു വാക്ക് പറയുകയാണ്. ഒരു കല്ല് നാട്ടി എണ്ണയൊക്കെ ഒഴിച്ചു പറയുകയാണ്, ഞാൻ സുഖത്തോടെ തിരിച്ചു വന്നാൽ ദശാംശം തരാം. അങ്ങനെ വാക്കാണ്. യാക്കോബ് പറയുകയാണ്, ദശാംശം തരാമെന്നല്ല, ബലത്തോടെ ആരോഗ്യത്തോടെ സുഖത്തോടെ ഇതിലെ തിരിച്ചു വരാമെങ്കിൽ ദശാംശം തരാം, അല്ലെ 10 പൈസ തരത്തില്ല. ഇങ്ങനെയുള്ള വിദ്വാൻമാരും ഇക്കാലത്തുണ്ട്. അതെ, കുവൈറ്റിൽ പോവാണ്, നല്ല ജോലി കിട്ടിയ ദശാംശം തരാതെ. ദൈവം തമ്പുരാൻ ഇതുമായിട്ട് വല്ലതും വിഷയമുണ്ടോ? ആകാശത്തിലെ പറവുകളെ പോഷിപ്പിക്കുന്നവനല്ലേ ദൈവം? മഹാസമുദ്രത്തിലെ മത്സ്യത്തെ പോറ്റുന്നതല്ലേ ദൈവം? ദൈവം വളരെ വലിയ കാര്യങ്ങളല്ലേ ചെയ്യുന്നത്? അപ്പോൾ ആദ്യമായി അബ്രഹാമാണ് ദശാംശം കൊടുത്തത്. ആർക്കാ? ആദ്യത്തെ പുരോഹിതൻ. പേരെന്ന? മൽക്കിസദേക്ക്, ശാലേം രാജാവ്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ നിന്ന് ദശാംശം ഇങ്ങോട്ട് കൊടുത്തുടനെ 2 കരങ്ങൾ നീട്ടി വാങ്ങിയിട്ട് താൻ സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. തൻ്റെ കയ്യിലൊരു പാണ്ടക്കെട്ടുണ്ട്. പാണ്ടക്കെട്ട് പതുക്കെ അങ്ങോട്ട് അഴിച്ച ശേഷം 1 കഷ്ണം അപ്പം എടുത്ത് ഒടിച്ചു കൊടുത്തു. അബ്രഹാം കൈനീട്ടി വാങ്ങി. കയ്യിൽ വീഞ്ഞുണ്ട്, വീഞ്ഞൊഴിച്ചു കൊടുത്തു. ആദ്യമായി തിരുവത്താഴം കഴിച്ചത് ആരാണ്? നമ്മൾ പറയും നമ്മളാണെന്നല്ല, അബ്രഹാമാണ് ആദ്യം തിരുവത്താഴം കഴിച്ചത്.
അപ്പവും വീഞ്ഞും കുടിച്ചു. പുരോഹിതന്റെ കയ്യിൽ നിന്ന് അപ്പവും വീഞ്ഞും കുടിച്ചിട്ട് പുരോഹിതന് ദശാംശം കൊടുത്ത മറ്റൻ അബ്രഹാമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിശ്വാസിയുടെ പിതാവെന്ന് എഴുതിയിരിക്കുന്നത്. പുരോഹിതൻ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരു കരങ്ങൾക്കുള്ളിൽ മറ്റു കരം വെച്ച ശേഷം അബ്രഹാം അത് കുടിച്ചു. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പവും വീഞ്ഞും കൊടുത്തവനെ അനുഗ്രഹിച്ചു. അവനവന്റെ യാത്രയായി പോയി. അബ്രഹാം ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. പിന്നീട് വിശുദ്ധ പൗലോസ്, ദാവീദ് രാജാവ് മശിഹായുടെ പൗരോഹിത്യം കണ്ടിട്ട് പറയുകയാണ്, അവൻ മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ പുരോഹിതനായി യഹോവ അരുളി ചെയ്തു, അനുദപിക്കുന്നില്ലതാനും. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്. യേശു ഭൂമിയിൽ വന്നു. ഭൂമിയിലാണെങ്കിൽ അദ്ദേഹം പുരോഹിതനാകത്തില്ല. കാരണം എന്ത്? പുരോഹിതന്മാർ സമ്മതിക്കത്തില്ല. ജന്മം കൊണ്ട് അദ്ദേഹം ജൂതനാണ്. എന്നാൽ യേശു സ്വർഗത്തിൽ പോയി. പൗലോസ് പറയുന്നു, മേഘങ്ങളിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ പുരോഹിതൻ നമുക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ പുരോഹിതൻ ആരാണ്? അതാണ് മൽക്കിസദേക്ക്. അദ്ദേഹത്തിന്റെ ചരിത്രമൊന്നുമില്ല. കാലങ്ങൾ പലത് കടന്നുപോയി. ദൈവം സീനായിൽ വെച്ച് മോശയ്ക്ക് പ്രമാണം കൊടുത്തു. മോശയ്ക്ക് പ്രമാണം കൊടുക്കുമ്പോൾ 2 ഘട്ടങ്ങളാണ്. ഒന്ന്, മോശയെ പർവ്വതത്തിൽ വിളിച്ചു. 2 കൽപ്പലയിലായി പ്രമാണം എഴുതി. ഒരു കൽപ്പലയിൽ 4 പ്രമാണം. അത് മനുഷ്യൻ ദൈവത്തോട് പാലിക്കേണ്ടതാണ്. ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. 2, സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ ഭൂമിക്ക് കീഴെ പാതാളത്തിലുള്ളോ യാതൊന്നിൻ്റെയും വിഗ്രഹം നീ ഉണ്ടാക്കരുത്. സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവത്തിൻ്റെ രൂപം ഉണ്ടാക്കരുത്. ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ അപ്പൻ്റെയോ അമ്മയുടെ രൂപം ഉണ്ടാക്കരുത്. കാലം ചെയ്തു പോയ പിതാക്കന്മാരുടെ രൂപം ഉണ്ടാക്കരുത്. എഴുതിയിരിക്കുകയാണ്, ഞാൻ അല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. സ്വർഗത്തിലെയോ ഭൂമിയിലെയോ ഭൂമിക്ക് കീഴെയുള്ള യാതൊന്നിൻ്റെ രൂപം ഉണ്ടാക്കരുത്. അടുത്തത്, എൻ്റെ നാമം വൃഥാ എടുക്കരുത്. അടുത്തത്, എൻ്റെ ശബത്ത് ദിവസം നീ ലംഘിക്കരുത്. ഇതാണ് ഒന്നാമത്തെ കൽപ്പലക മാറ്റിവെച്ചു. ഇനി 2ാമത്തെ കൽപ്പനയുണ്ട്. അത് മനുഷ്യനോട് പാലിക്കേണ്ടതാണ്. മനുഷ്യനെ പാപം വേട്ടയാടുന്ന ദിശ നോക്കിക്കൊണ്ടാണ് ദൈവം എഴുതിയത്. മനുഷ്യനെ പാപം എവിടെയാണ് വേട്ടയാടുന്നത്? 1, പ്രവർത്തന മണ്ഡലം. 2, ചിന്താമണ്ഡലം. 3, സംസാര മണ്ഡലം. പ്രവൃത്തിയിൽ പാപം ചെയ്യാം, ചിന്തയിൽ പാപം ചെയ്യാം, സംസാരത്തിൽ പാപം ചെയ്യാം. ഇത് വെച്ച് ദൈവം എന്താണ് എഴുതിയത്? ആദ്യം പറയാണ്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്. അത് പ്രവർത്തന മണ്ഡലമാണ്. 2, നിന്റെ സഹോദരനെതിരെ ദൂഷണം പറയരുത്. അത് സംസാര മണ്ഡലമാണ്. നിന്റെ സഹോദരന്റെ ആടിനെയോ മാടിനെയോ ദാസനെയോ ദാസിയോ അവന്റെ ഭാര്യയോ നീ മോഹിക്കരുത്. അത് ചിന്താമണ്ഡലമാണ്. അങ്ങനെ അത് ദൈവം തമ്പുരാൻ എഴുതി കൊടുത്തത് അല്ല, ചുമ്മാതങ്ങ് എഴുതിയതാണോ? പണ്ട് ഞാനൊരിക്കൽ തമിഴ്നാട്ടിൽ കൂടെ പോകുമ്പോൾ ഞാൻ ചുമ്മാ വണ്ടി ഓടിക്കുന്നവർ അലസപ്പെട്ട് ഓടിക്കുന്ന കണ്ടപ്പോൾ ശ്രദ്ധ എന്നൊക്കെ എത്തിരിക്കാൻ ഞാൻ ചോദിച്ചത്, എന്തിനാണ് ആ ലൈറ്റിൻ്റെ അടി സ്റ്റോപ്പ് എന്ന് എഴുതി വെച്ചേക്കുന്നത്? അപ്പോൾ എന്നോട് അവൻ അറിയത്തില്ല. അവൻ പറയാം, പെയിൻറ്റ് അധികം വന്നുകൊണ്ട് എഴുതിയതാണ്. അതാ, ആ റെഡ് ലൈറ്റ് കത്തുമ്പോൾ നീ ശ്രദ്ധിച്ചോണം, വണ്ടി ചവിട്ടണമെന്നുള്ളതാണ് സിഗ്നൽ. അവൻ അറിയത്തില്ല. അപ്പം ഞാൻ ചോദിച്ചും പറയാം, അതാ വാസ്തവ ഇച്ചിരി പെയിൻറ്റ് അധികം വന്നുകൊണ്ട് അങ്ങ് എഴുതിയതാണ്. പ്രിയമുള്ളവരെ, ന്യായപ്രമാണം അധികം വന്നുകൊണ്ട് എഴുതിയതല്ല. പാപം മനുഷ്യനെ വേട്ടയാടുന്ന ദിശകളെ നോക്കിക്കൊണ്ട് ദൈവം പറഞ്ഞു, പ്രവർത്തിക്കരുതേ, സംസാരിക്കരുതേ, ചിന്തിക്കരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്. പ്രവൃത്തിയാണ്. അടുത്തത് ഏതാണ്? മോഹിക്കരുതേ, സംസാരിക്കരുതേ, ആയതുപോലെ തന്നെ പ്രവർത്തിക്കരുതേ. പ്രവൃത്തിയിലും ചിന്തയിലും സംസാരത്തിലും പാപം വേട്ടയാടാം. ഇങ്ങനെ ദൈവം തമ്പുരാൻ കൽപ്പലക കൊടുത്തു. 2ാമത് ഒരു 750 പ്രമാണം കൊടുത്തിട്ടുണ്ട്. അത് ദൂതൻ മുഖാന്തരം കൊടുത്തെന്നാണ് ഗലാത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ആ പ്രമാണത്തിലെ ഒരു ഭാഗം, ഒന്നാമത്തേത് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള പ്രമാണം, 2ാമത് ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം, 3 ആരാധനയെക്കുറിച്ചുള്ള പ്രമാണം, 4 ജനം പാലിക്കേണ്ട അനുഷ്ഠാന പ്രമാണങ്ങൾ. ഇങ്ങനെയാണ് കൊടുത്തത്. മോശ ഇതും കൊണ്ട് വന്നാണ് ഈ ന്യായപ്രമാണം. 760 പ്രമാണത്തെ ചേർത്താണ് നമ്മൾ ന്യായപ്രമാണം എന്ന് പറയുന്നത്. അതിലെ 10 കൽപ്പനയെ ദൈവം തമ്പുരാൻ കൈകൊണ്ട് എഴുതിയിട്ടുള്ളൂ. ബാക്കി ദൂതൻ മുഖാന്തരം മോശയുടെ പക്കൽ ഏൽപ്പിച്ചെന്നാണ്. അപ്പോൾ ആ ഭാഗത്തിലൊന്ന് പൗരോഹിത്യ പ്രമാണമായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ പൗരോഹിത്യ പ്രകാരം ലേവ്യൻ പുരോഹിതനാണ്. അക്കാലത്തെ യഹോവയായി ദൈവം ലേവ്യനെ തെരഞ്ഞെടുത്തു. ലേവ്യ ഗോത്രത്തിലെ 1ാമത്തെ പുരോഹിതൻ ബഹുമാനപ്പെട്ട പരേതനായ അഹരോനാണ്. മോശയുടെ ജ്യേഷ്ഠൻ അഹരോൻ, അദ്ദേഹമാണ് 1ാമത്തെ പുരോഹിതൻ. ന്യായപ്രമാണ യുഗത്തിലെ 1ാമത്തെ പുരോഹിതൻ. അപ്പം നമ്മൾ മൽക്കിസദേക്ക് എന്നൊരു പുരോഹിതനെ കണ്ടു. ജീവിച്ചത് കണ്ടെത്തുന്നത് അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ. 2ാമത് ലേവ്യ പൗരോഹിത്യം.
ഇതിലൊരുപാട് പുരോഹിതന്മാരുണ്ടായിരുന്നു. ഒന്നാമത്തെ പുരോഹിതൻ അഹരോൻ. പ്രമാണം കൊടുത്തപ്പം ദൈവം പറയാണ്, പൗരോഹിത്യ തൈലം തലയിൽ ഒഴിക്കപ്പെട്ട പുരോഹിതൻ തലമുടി പിച്ചിപ്പറിക്കരുത്, ശവത്തെ തൊടരുത്, തൻ്റെ വസ്ത്രം വലിച്ചു കീറരുത്. കീറിയാൽ പോക്കാം. 1500 വർഷം ലേവ്യ പൗരോഹിത്യത്തിൽ ശുശ്രൂഷകരായിരുന്ന പുരോഹിതന്മാർ തലമുടി പിച്ചിപ്പറിക്കാതെയും താടിരോമം വലിച്ചു പറിക്കാതെയും ശവത്തെ തൊടാതെയും ഉടുപ്പ് കീറാതെയും ഒക്കെ ജീവിച്ചു. പക്ഷേ കയ്യാഫാവ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ മശിഹായുടെ വിസ്താരവേളയിൽ കയ്യാഫാവ് എന്ന് പറയുന്ന പുരോഹിതൻ കോപം ജ്വലിച്ച് തൻ്റെ വസ്ത്രം വലിച്ചു കീറുന്ന ഒരു രംഗം നമുക്ക് കാണാം. കുട്ടികൾ അവിടെ അടങ്ങിയിരുന്നാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കോപം ജ്വലിച്ച് പുരോഹിതൻ തൻ്റെ വസ്ത്രം രണ്ടായി കീറിക്കളഞ്ഞു. അതോടുകൂടി അഹരോന്റെ പൗരോഹിത്യം അവിടെ അവസാനിച്ചു. വീണ്ടും അടുത്ത പൗരോഹിത്യം ആരംഭിച്ചു. അതാണ് നമ്മുടെ യേശുവിൻ്റെ പൗരോഹിത്യം. അപ്പൊ യേശുവിൻ്റെ ക്രമം ഏതാണ്? അബ്രഹാമിനെ എതിരേച്ചു വന്ന ശാലേം രാജാവിൻ്റെ ക്രമമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, അവന് അപ്പനില്ല, അവന് അമ്മയില്ല, അവന് ജീവാരംഭമില്ല, അവന് ജീവ അവസാനമില്ല, അവന് വംശാവലിയുമില്ല. ആർക്ക്? മൽക്കിസദേക്കിന്. ആ ക്രമത്തിൽ യേശു പൗരോഹിത്യം ഏറ്റപ്പോൾ യേശുവിൻ്റെ വാക്കും അത് തന്നെയാണ്. അതുകൊണ്ടാണ് യേശുവിന് പാരമ്പര്യമില്ലാത്തത്. എബ്രായ ലേഖനത്തിലെ വാക്ക് വായിക്കാമോ? ശാലേം രാജാവായ മൽക്കിസദേക്കിനെ കുറിച്ച് പൗലോസ് പറയുന്ന വാക്ക്, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അടുത്തത് ദൈവപുത്രന് തുല്യൻ. ശ്രദ്ധിക്കുക, ഇത് അബ്രഹാമിന്റെ കാലത്ത് ജീവിച്ച ഒരു മനുഷ്യനല്ല. ദൈവപുത്രനായ മശിഹായോട് തുല്യനായി ജീവാരംഭവും ജീവാവസാനവും ഇല്ലാതെ വംശാവലി ഇല്ലാത്തൊരു പുരോഹിതനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മൽക്കിസദേക്ക് എന്നാണ്. അദ്ദേഹത്തിന്റെ ക്രമത്തിലാണ് നമ്മുടെ കർത്താവായ യേശു പൗരോഹിത്യമേറ്റത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പോൾ യേശു ഇപ്പോൾ നിത്യതയിൽ നമ്മുടെ പുരോഹിതനാണ്. ദൈവമാക്കൾ ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ പുരോഹിതൻ നമുക്കുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ബൈബിൾ പറയുന്നു, ഒന്ന്, അവൻ സ്വർഗത്തെക്കാൾ ഉന്നതനാണ്. നമുക്കൊരു അപ്പോസ്തോലൻ, ഒരു പുരോഹിതനുണ്ട്. പൗലോസ് പറഞ്ഞത്, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നിങ്ങൾ നോക്കുവിൻ. അപ്പോസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിനും ജനത്തിനും ഇടിവിൽ നിന്ന് പാപപരിഹാരത്തിന് ശുശ്രൂഷ ചെയ്യുന്നവനാണ്. അപ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്നു, അവൻ അയക്കപ്പെട്ട അപ്പോസ്തോലനും ഇടിവിൽ നിൽക്കുന്ന പുരോഹിതനുമാണ്. എബ്രായർ 3:1 വാക്യം വായിക്കേണ്ട. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. എന്താണ് ഈ പുരോഹിതന്റെ ശ്രേഷ്ഠത? ലോകത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പുരോഹിതന്മാർ. ഒന്നാമത്തെ ന്യായപ്രമാണത്തിലെ പുരോഹിതൻ അഹരോനാണ്, മോശയുടെ സഹോദരൻ. അവസാന പുരോഹിതൻ കയ്യാഫാവാണ്. അദ്ദേഹം ഉടുപ്പ് കീറിയതോടുകൂടെ മോശയുടെ ന്യായപ്രമാണത്തിലെ പൗരോഹിത്യത്തിൻ്റെ കുപ്പായം കീറി. നമ്മൾ പിന്നെ അത് കൂട്ടിത്തുന്നി നടുക്കിടക്ക് കെട്ടി താടിയും വളർത്തി ഒന്നും കഥയില്ല സഹോദരങ്ങളെ. അതൊക്കെ കീറി പൊളിച്ചടുക്കി പണ്ടേ ദൂരക്കളഞ്ഞു. ഇന്ന് അങ്ങനെ ഒരു പദ്ധതി ഇല്ല, മനസ്സിലാക്കിക്കാട്ടെ. സകല ഭൂസിമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവീനെന്ന് ഞാൻ പറഞ്ഞല്ലോ. പൗരോഹിത്യം ഒരു ശുശ്രൂഷയാണ്. 2, പൗരോഹിത്യം ഒരു സ്ഥാനമാണ്. ഒരു മനുഷ്യൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ ദാനമായ രക്ഷയും പരിശുദ്ധാത്മാവും പ്രാപിക്കുമ്പോൾ അവന് ലഭിക്കുന്ന പൗരോഹിത്യമാണ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, അവൻ നമ്മെ രാജകീയ പുരോഹിത വിശുദ്ധ വംശമാക്കി. അത് ശുശ്രൂഷയല്ല, അത് സ്ഥാനമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് സ്ഥാനമാണ്, മറുഭാഗത്ത് ശുശ്രൂഷയാണ്. സ്വർഗത്തിൽ നമുക്കൊരു നല്ല പുരോഹിതനുണ്ട്. എന്താ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്നൊന്ന് നമുക്ക് ചിന്തിച്ച് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒന്നാമത്തെ ക്വാളിറ്റി ശ്രദ്ധിക്കുക, അദ്ദേഹം സ്വർഗത്തെക്കാൾ വലിയവനാണ്, സ്വർഗത്തെക്കാൾ ഉന്നതനായ പുരോഹിതൻ. രണ്ടാമത് പറയുന്നു, ന്യായപ്രമാണത്തിലെ പുരോഹിതന്മാരെ പോലെ മരണമില്ലാത്ത പുരോഹിതൻ. ന്യായപ്രമാണത്തിൽ അഹരോൻ മരിച്ചപ്പോൾ എലിയസർ ഏറ്റു. എലിയസർ മരിച്ചപ്പോൾ ആ ഉടുപ്പ് ഫിനേഗാസ് ഏറ്റു. പിന്നെ ഇങ്ങനെ തലമുറ ജനറേഷൻ ടു ജനറേഷനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെയുള്ളവരെ കാണില്ല. വല്യപ്പൻ സെൻട്രൽ പാസ്റ്റ് ഇങ്ങനെ പാസ്റ്റ് ഇങ്ങനെ ജനറേഷൻ ടു ജനറേഷൻ പോകുന്ന കണ്ടിട്ടില്ല.
എന്നാൽ പുതിയ നിയമം അതല്ല. പുതിയ നിയമം മൽക്കിസദേക്കിൻ്റെ ക്രമത്തിലുള്ള പൗരോഹിത്യമാണ് സഹോദരൻ. ഇന്ന് ആ പൗരോഹിത്യ ക്രമം പാലിച്ചാണ് ജീവിക്കുന്നത്. ഇന്ന് നാമധേയ ക്രൈസ്തവ സമൂഹങ്ങളെ നിങ്ങൾ നോക്കിക്കോ. യാക്കോബ സുറിയാനി സഭയുടെ പട്ടത്തം പഠിച്ചു നോക്കിയാൽ 2 ഭാഗമാണ്, മേൽപ്പട്ടക്കാരും കീഴ്പ്പട്ടക്കാരും. മേൽപ്പട്ടക്കാർ വിവാഹം കഴിക്കാൻ പാടില്ല. ബ്രഹ്മാച്ചനായിരിക്കുമ്പോൾ വിവാഹം കഴിച്ച് സഭാധ്യക്ഷനാണെങ്കിൽ പോകാം. മെത്രാനോ മേളിലോട്ട് പോകണമെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കാൻ പാടില്ല. കാര്യം അവർ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരാണ്.